നമ്മളെ ഒരു വാക്കിംഗ് ക്ലിനിക്ക് പോവുകയാണേ. വാക്കിംഗ് ക്ലിനിക്ക് എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയിലുള്ളവർക്കൊക്കെ അറിയാം, പക്ഷേ നാട്ടിലുള്ളവർക്കൊക്കെ അറിയത്തില്ല. ഓസ്ട്രേലിയയുടെ ഹെൽത്ത് സിസ്റ്റം നമുക്ക് നഴ്സുമാർക്കൊക്കെ പണിയും പൈസയൊക്കെ കിട്ടുമെങ്കിലും നമ്മൾ സ്വന്തമായൊരു ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ ഇച്ചിരി കഷ്ടപ്പെടുന്ന ഒരു ഹെൽത്ത് സിസ്റ്റമാണ് കേട്ടോ. അപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടണമെങ്കിലും ഡോക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ GPക്കൊക്കെ അപ്പോയിൻമെൻറ്റ് എടുക്കുവാണെങ്കിൽ നമ്മുടെ പ്രയോറിറ്റി ഒക്കെ ചെക്ക് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടാൻ ഇച്ചിരി താമസമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനെ കാണാനുള്ള സ്ഥലമാണ് വാക്കിംഗ് സെൻറ്റർ. വാക്കിംഗ് ക്ലിനിക്ക് എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ നമുക്ക് വാക്കിംഗ് ചെയ്യാം, അതായത് അപ്പോയിൻമെൻറ്റ് എടുക്കാതെ നമുക്ക് പോകാം കേട്ടോ. ഇപ്പോൾ വാക്കിംഗ് സെൻറ്റർ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ EDയിൽ പോകുന്ന ലോങ് വെയിറ്റിങ്ങും അവിടുത്തെ ക്യൂ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ നമുക്കൊരു ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ അഡ്വൈസും എന്തെങ്കിലും ചെറിയ ഇൻ്റർവെൻഷനൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് ഈ വാക്കിംഗ് ക്ലിനിക്ക് ഉള്ളത്. നമ്മളിവൻ്റെ കാല് ചെറുതായിട്ടൊന്ന് ഇടിച്ചപ്പോൾ നമുക്കൊരു ഫ്രാക്ചർ ഉണ്ടോയെന്നൊരു ഡൗട്ട് വന്നപ്പം അപ്പോൾ നമ്മളതിൽ കാണിക്കാൻ കൊണ്ടുപോയതാണ്. അപ്പോൾ അവർ നമുക്ക് എക്സ്റേക്കുള്ള റിക്വസ്റ്റ് തരും. അപ്പോൾ എക്സ്റേ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഡോക്ടേഴ്സ് ചെക്ക് ചെയ്തിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഇൻ്റർവെൻഷൻ ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ട് പറയും. ഇവിടെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് എന്തെങ്കിലും ഹോസ്പിറ്റലിൽ പോകണം എന്ന് തോന്നിയാൽ ഒരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വാക്കിംഗ് ക്ലിനിക്ക്.